ഹലോ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആഗോള കത്തോലിക്ക സഭ 2025 മഹാജൂബിലി വർഷമായി ആഘോഷിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആഗോള കത്തോലിക്ക സഭയെ അഭിസംബോധന ചെയ്യുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരെ എന്നാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം എടുത്തു കളയേണ്ട അവസ്ഥ വന്നിരുന്നു. എന്നാലും പ്രത്യാശയിൽ പരിശുദ്ധ പിതാവ് ആശ്രയിച്ചു. ദൈവാശ്രയത്താൽ ഈ ഒരു നിമിഷവും രോഗാവസ്ഥയിലും പ്രത്യാശയിൽ പരിശുദ്ധ പിതാവ് നിറയുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങളിലും പ്രയാസ പ്രതിസന്ധികളിലും ഈശോയുടെ കുരിശിനോട് ചേർന്ന് പ്രത്യാശയിൽ നിറഞ്ഞാലോ? പരിശുദ്ധാത്മാവിൻ്റെ ദൈവസ്നേഹത്താൽ നിറയാം. ജൂബിലിയുടെ ലോകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി ജനങ്ങൾ ഒരു കുരിശിനെ ഇങ്ങനെ ആഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ജനങ്ങൾ നിൽക്കുന്നത് ഒരു കടലിന് മേളിലാണ്. തിരമാലകൾ വന്നു പോകുന്ന ഏത് നിമിഷവും പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന ശാന്തമാകുന്ന വിവിധ തരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കടലിൻ്റെ തൊട്ടുമുകളിലാണ് തിരുസഭാ ജനങ്ങൾ നിൽക്കുന്നത്. ആ കുരിശിൻ്റെ അടിയിലേക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു നങ്കൂരം ഇടുന്നുണ്ട്. സാധാരണ ആഴക്കടലിൽ കപ്പൽ നങ്കൂരം ഇടുന്നത് ഉറപ്പോടെ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യാശയുടെ വർഷത്തിലോ നമുക്ക് പ്രത്യാശയിൽ നിറഞ്ഞ് ഈശോയുടെ രക്ഷാകരമായ കുരിശിനെ സമീപിച്ച് ഈശോയിൽ ആശ്രയിച്ചാലോ? ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.